നമസ്കാരം, ഞാൻ റോസ്മേരി ആൻ്റണി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു വേർഡാണ്, എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് ഗ്യാസ് ലൈറ്റിംഗ്. എന്താണ് ഈ വേർഡ്? നമുക്കിതിൻ്റെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. 1938 എഴുതപ്പെട്ട ഏഞ്ചൽ സ്ട്രീറ്റ് എന്ന നാടകത്തെ ഇതിവൃത്തമാക്കി 1944 പുറത്തിറങ്ങിയ ഗ്യാസ് ലൈറ്റ് എന്ന സിനിമയുടെ പേരിൽ നിന്നാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന പദം ഇംഗ്ലീഷ് ഭാഷയിൽ ആദ്യമായിട്ട് കടന്നു വന്നത്. ജീവിത പങ്കാളിക്ക് മെൻ്റൽ ഇൽനെസ് ഉണ്ടെന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം ഹസ്ബൻഡ് വൈഫിൻ്റെ ചിന്തകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് ഈ സിനിമയുടെ സ്റ്റോറി. അതായത് നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ എസ്പെഷ്യലി മനഃശാസ്ത്ര രംഗത്തും നമ്മുടെ സാമൂഹിക ഇടങ്ങളിലും വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു വാക്കാണ് ഗ്യാസ് ലൈറ്റിംഗ്. എന്താണ് ഗ്യാസ് ലൈറ്റിംഗ്? Gaslighting is a form of psychological abuse whereby a person manipulates one or more people into questioning their sanity and perception of reality. ഒരു വ്യക്തിയുടെ യാഥാർത്ഥ്യ ബോധത്തെയും ചിന്താശേഷിയും വളച്ചൊടിച്ച് നിയന്ത്രിക്കാൻ മറ്റൊരാൾ ശ്രമിക്കുന്നതാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വിക്ടിമിൻ്റെ ഉള്ളിൽ അയാളുടെ ചിന്തകളെക്കുറിച്ചും ബോധ്യങ്ങളെക്കുറിച്ചും സംശയം ജനിപ്പിച്ചുകൊണ്ട് അയാളുടെ മുകളിൽ പൂർണ്ണമായും ആധിപത്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വളരെ ഡെലിബറേറ്റായി അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി സിസ്റ്റമാറ്റിക്കായും നടത്തുന്ന സൈക്കോളജിക്കൽ അബ്യൂസ് അല്ലെങ്കിൽ മാനിപ്പുലേഷനാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന് ഇരയാകുന്നവർ പല രീതിയിലും വളരെ ദോഷകരമായ ഗ്യാസ് ലൈറ്റിംഗ് ബാധിക്കാറുണ്ട്. ഒരു ക്ലിനിക്കൽ തെറപ്പിസ്റ്റായ ഹെയ്ലി ഷാഫറിൻ്റെ അഭിപ്രായത്തിൽ ഗ്യാസ് ലൈറ്റിംഗിന് ഇരയാവുന്നവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് സെൽഫ് ഡൗട്ട്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ഡിഫിക്കൽട്ടി മേക്കിംഗ് ഡിസിഷൻസ്. ഗ്യാസ് ലൈറ്റിന് ഇരയാകുന്ന ആളുകൾക്ക് അവരുടേതായ ഒരു ഡിസിഷൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു തീരുമാനങ്ങൾ എടുക്കാനോ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും. അവർക്ക് അവരിൽ തന്നെ ഒരു വിശ്വാസമില്ലായ്മയും അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയും ഉണ്ടാകാം. സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ, സബ്മിസീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. അവർക്കൊന്നും തുറന്നു പറയാനോ അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യം പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എപ്പോഴും ദേ ഫീൽ പവർലെസ്, ഫീലിംഗ് ഓഫ് പവർലെസ്, കൺഫ്യൂസ്ഡ് ആയിരിക്കും. അവർ ഓൾമോസ്റ്റ് ഓൾ ദ ടൈം ദേ ഫീൽ കൺഫ്യൂസ്ഡ്. എപ്പോഴും അവർ ഐസൊലേറ്റഡ് ആവും, ഡിസ്ഓറിയൻറ്റേഷൻ ആയിരിക്കും. ഒരു ഓറിയൻറ്റഡ് അല്ലാത്ത ലെവലിലേക്ക് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സാധാരണയായി റൊമാൻറ്റിക് റിലേഷൻഷിപ്സിലാണ് ഗ്യാസ് ലൈറ്റിംഗ് കൂടുതലായി സംഭവിക്കുന്നത്. മിക്ക റിലേഷൻഷിപ്പിലും കാണാറുണ്ട് എങ്കിൽ പോലും നമ്മൾ ഈ ക്ലിനിക്കൽ എക്സ്പീരിയൻസും അല്ലെങ്കിൽ കൗൺസിലിംഗ് സമയത്തും കാണാറുണ്ട്. പലപ്പോഴും ദാമ്പത്യ ബന്ധങ്ങളിലും റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലും ഒക്കെ ഗ്യാസ് ലൈറ്റിംഗ് ഉള്ളതായിട്ട് നമ്മൾ കാണപ്പെടാറുണ്ട്. എന്നാൽ കുടുംബ ബന്ധങ്ങളിലും ജോലി സ്ഥല ബന്ധങ്ങളിലും ഒക്കെ ഗ്യാസ് ലൈറ്റിങ്ങും സംഭവിക്കാറുണ്ട്. എപ്പോഴാണ് ഈ ഗ്യാസ് ലൈറ്റിംഗ് ഒക്കെ സംഭവിക്കാറ്? നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ, അല്ലെങ്കിൽ അബ്യൂസീവ് ഇൻഡിവിജ്വൽസ്, അല്ലെങ്കിൽ ക്രിമിനൽ ബുദ്ധി ഉള്ളവർ, അല്ലെങ്കിൽ ഡിക്റ്റേറ്റേഴ്സ് ഒക്കെ പൊതുവെ ഗ്യാസ് ലൈറ്റിംഗ് ടെക്നിക്ക് ഉപയോഗിക്കാറുണ്ട്. സാധാരണയായി ഗ്യാസ് ലൈറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതികൾ അല്ലെങ്കിൽ എന്തെല്ലാം മേ ബി നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. എക്സാമ്പിൾസ് ഓഫ് ഗ്യാസ് ലൈറ്റിംഗ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഷിഫ്റ്റിംഗ് ബ്ലെയിം. സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായി മറ്റൊരാളെ ബ്ലെയിം ചെയ്യുന്ന രീതിയാണിത്. ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്ന ഒരു വ്യക്തി പലപ്പോഴും നമ്മുടെ ഒരു തെറ്റല്ലെങ്കിൽ പോലും വിക്ടിത്തിനെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിലും ആ വ്യക്തി നമ്മൾ എപ്പോഴും തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നമ്മളെ ഒരു കുറ്റക്കാരനാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്ന ഒരു അവസ്ഥ. ഉദാഹരണമായിട്ട് ഒരു ഗ്യാസ് ലൈറ്റിംഗ് പേരൻറ്റ് സ്വയം വരുത്തിയ പിഴവിനെ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നു. അതല്ലെങ്കിൽ നമുക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അദ്ദേഹം ദേഷ്യം വന്ന് മൊബൈൽ എറിഞ്ഞു പൊട്ടിക്കുക. പക്ഷേ ആ ദേഷ്യത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആക്ഷനെയോ കുറ്റം പറയാതെ നമ്മൾ ദേഷ്യപ്പെടുത്തിയത് കൊണ്ടിട്ടാണ് അവരങ്ങനെ ഒരു ആക്ഷൻ ചെയ്തത് എന്ന് പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്താം. ഷിഫ്റ്റിംഗ് ബ്ലെയിം എന്നാണ് ഇതിന് പറയുന്നത്. ഡിനൈങ് ദ ട്രൂത്ത്. യാഥാർത്ഥ്യം എന്താണെന്ന് ക്ലിയറായി അറിയാമെങ്കിലും ഗ്യാസ് ലൈറ്റിംഗ് ഉപയോഗിക്കുന്ന വ്യക്തി അത് നിഷേധിക്കുന്നത് മൂലം വിക്ടിമിന് ശരിയും തെറ്റും തിരിച്ചറിയാനാകാതെ വരികയും സ്വന്തം റിയാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സത്യം നമുക്ക് ചിലപ്പോൾ പലപ്പോഴും അറിയാം. പല വ്യക്തികൾക്കും ട്രൂത്ത് എന്താണെന്നുള്ളതും അല്ലെങ്കിൽ വിക്ടിത്തിനും അറിയാം എന്താണ് ട്രൂത്ത് എന്നുള്ളത്. പക്ഷേ അത് ഡിനൈ ചെയ്ത് അദ്ദേഹം പറയുന്നതാണ് ശരിയെന്ന് സ്വയം മനസ്സിലാക്കി പോകുന്നൊരു അവസ്ഥ. സ്വന്തമായിട്ട് ട്രൂത്ത് അറിയാമെങ്കിൽ പോലും അത് നിഷേധിച്ച് മറ്റൊരാൾ പറയുന്നത് കേട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഡിനൈങ് ദ ട്രൂത്ത് എന്ന് പറയുന്നത്.
ദ തേർഡ്, മിനിമൈസിങ് ഓർ ഡിസ്മിസിങ് വിക്ടംസ് നീഡ്സ്. വിക്ടമിൻ്റെ നീഡ്സിന് ഒരു പരിഗണനയും കൊടുക്കാതെ അതിന് ആവശ്യമില്ലാത്ത ഒന്നായി ചിത്രീകരിച്ച് തള്ളിക്കളയുന്ന രീതിയാണിത്. ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്ന ഒരു വ്യക്തി ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറിൻ്റെ നീഡ്സോ ഡിസയേഴ്സിനോ യാതൊരു രീതിയിലുള്ള വില കൊടുക്കാനോ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആകും, വിക്ടത്തിന് തന്നെ കൺഫ്യൂസ്ഡ് ആകും, ഇതെൻ്റെ ഒരു അധികമായിട്ടുള്ളൊരു നീഡാണോ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അക്കോമഡേറ്റ് ചെയ്യണ്ടേ എൻ്റെ ഒരു പാർട്ട്ണറിനെ എന്നുള്ളൊരു കൺഫ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടേതായ നീഡ്സ് മിനിമൈസ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോയി വരാറുണ്ട്. നമ്മുടെ ഓപ്പോസിറ്റ് നിന്ന് ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന പാർട്ട്ണർ ഒരിക്കലും ഒരു രീതിയിലുള്ള പരിഗണനയും നമുക്ക് തന്നൊന്നും വരില്ല. ഫോർത്ത് വൺ ഈസ് ഡിസ്അപ്രൂവൽ. വിക്ടത്തിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായിട്ട് നിരന്തരം അവർ പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്ന ഒരു വ്യക്തികളെ പ്രധാനമായിട്ടുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ആവശ്യം എന്നുള്ളത് നമ്മളെ അവരുടെ നിയന്ത്രണത്തിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് നമ്മൾ പറയുന്നത് എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അംഗീകരിക്കാതിരിക്കുമ്പോൾ നമ്മൾ പൊതുവെ അവർക്ക് അടിമയാകുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഉദാഹരണത്തിന് ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്ന ഒരു പേരൻറ്റ് തുടർച്ചയായി കുട്ടിയുടെ തീരുമാനങ്ങളെ അംഗീകരിക്കാതിരിക്കുമ്പോൾ ഗ്രാജുവലി കുട്ടി സ്വന്തം തീരുമാനങ്ങളെ ജഡ്ജ്മെൻറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. പല റിലേഷൻഷിപ്പിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലൊക്കെ കാണുന്നൊരു മെയിനായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ പാർട്ട്ണറോട് ചോദിച്ചിട്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. ബേസിക് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ പോലും, ഡിസിഷൻസ് പോലും എടുക്കാതെ മറ്റു പാർട്ട്ണറിനെ അപ്രൂവൽ എടുത്തതിന് ശേഷം, ബേസിക് നീഡ്സിൻ്റെ കാര്യമാണ് കേട്ടോ, അതുപോലും പാർട്ട്ണറിൻ്റെ അപ്രൂവൽസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകാറുണ്ട്. ഫിഫ്ത്ത് വൺ ഈസ് ഐസൊലേഷൻ. നമ്മുടെ ഈ ഒരു വിക്ടത്തിൻ്റെ മുകളിൽ കൂടുതലായി നിയന്ത്രണം നേടിയെടുക്കാനായിട്ട് നമ്മുടെ ഈ ഒരു വിക്ടത്തിനെ അവരുടെ സപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ നിന്ന് അകറ്റുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്ന വ്യക്തി നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ട്ണറിൽ നിന്നും മറ്റു സുഹൃത്തുക്കളിൽ നിന്നും, അല്ലെങ്കിൽ അവരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന, അവരെ സപ്പോർട്ട് ചെയ്യുന്ന പല ഗ്രൂപ്പുകളിൽ നിന്നും അവരെ ഒറ്റപ്പെടാനായിട്ട് അവർ എൻകറേജ് ചെയ്യുകയും, അല്ലെങ്കിൽ മറ്റൊരാളോട് സംസാരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവരെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ നിന്ന് അകറ്റുന്ന ഒരവസ്ഥയിലേക്ക്. അപ്പോൾ പൊതുവെ ഈ ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് നമ്മൾ മാറുന്നൊരവസ്ഥയിലേക്ക് ഇതെത്താറുണ്ട്. യൂസിങ് ലവ് ആസ് എൻ എക്സ്ക്യൂസ്. ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്ന വ്യക്തി സ്വന്തം ബിഹേവിയറിനെ സ്നേഹം കൊണ്ട് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയാണിത്. ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്ന എപ്പോഴും പറയും, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടിട്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്, എൻ്റെ സ്നേഹമാണ് ഇതെല്ലാം, എനിക്കിങ്ങനെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ അറിയൂ, ഇത്തരം തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞ് ഒരു എക്സ്ക്യൂസസ് ആയിട്ട് നമ്മളോട് പറയും. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഗ്യാസ് ലൈറ്റർ ഏത് തരത്തിലുള്ള ബിഹേവിയർ ചെയ്താലും, ചിലപ്പോൾ അവരുടെ നീഡ്സ് മീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫിസിക്കൽ അബ്യൂസ് ചെയ്താലും, സ്നേഹത്തിനോട് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ അറിയുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു ലെവലും കണ്ടുവരാറുണ്ട്. ഫോർഗെറ്റിംഗ്. സംഭവിച്ച കാര്യങ്ങൾ മറന്നുപോയെന്നോ ഒരിക്കലും സംഭവിച്ചതായിട്ട് അറിയില്ലെന്നോ ഗ്യാസ് ലൈറ്റർ പ്രിറ്റൻഡ് ചെയ്യുന്ന രീതി. എത്ര വലിയ വഴക്കുകളുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ തലേ ദിവസമോ അല്ലെങ്കിൽ കുറച്ച് മുമ്പോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് നമ്മുടെ അടുത്ത് വന്ന് യാതൊന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ നമ്മളോട് പെരുമാറുകയും അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പോൾ നമ്മൾ പോലും കൺഫ്യൂസ്ഡ് ആകും. അപ്പോൾ ഇന്നലെ എന്താ സംഭവിച്ചത്, അല്ലെങ്കിൽ തൊട്ട് മുമ്പ് എന്താ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ളത്. ഇതെല്ലാം ഒരു ഗ്യാസ് ലൈറ്ററിൻ്റെ ലക്ഷണങ്ങളാണ്. ഇൻവാലിഡേറ്റിംഗ് ഇമോഷൻസ്. ഒരു വ്യക്തിയുടെ ഫീലിങ്സ് അല്ലെങ്കിൽ തോട്ട്സ് ഓർ ബിഹേവിയേഴ്സിനെ റിജക്റ്റ് ചെയ്യുന്നത് കൊണ്ടിട്ട് അയാളെ അൺഇമ്പോർട്ടൻ്റ് ആക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ. ഗ്യാസ് ലൈറ്റർ പലപ്പോഴും നമ്മുടെ പാർട്ട്ണർ നമ്മളുടെ ഫീലിങ്സോ തോട്ട്സോ എന്ത് തന്നെ പറയാൻ ശ്രമിച്ചാലും അത് റിജക്റ്റ് ചെയ്യുകയും നമ്മളൊരു അൺഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു ഫീലിങ്സ് നമുക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന ഒരു ലെവൽ ഓഫ് ഒരു സെൻസ് ഓഫ് ഫീലിംഗ് നമുക്കുണ്ടാകും. ഞാനൊരു ഇമ്പോർട്ടൻ്റ് അല്ല ഈ റിലേഷൻഷിപ്പിൽ എന്ന് വിക്ടം സ്റ്റാർട്ടഡ് റിയലൈസിങ് ദേ. വിത്ത് ഹോൾഡിംഗ് ഇൻഫർമേഷൻ. വർക്ക് പ്ലേസിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഗ്യാസ് ലൈറ്റിംഗ് ടെക്നിക്കാണിത്. നൽകേണ്ടുന്ന ഇൻഫർമേഷൻ മനഃപൂർവ്വം മറച്ചുവെച്ച് ഒരു വ്യക്തിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു രീതിയാണ് ഈ വിത്ത് ഹോൾഡിംഗ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇത് പൊതുവെ കണ്ടുവരുന്നത് ഒരു വർക്ക് പ്ലേസിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്.
പാരനോയ അക്യൂസേഷൻസ്, വിക്ടംസ് പാരനോയ ആണെന്ന് ആരോപിക്കുന്ന രീതി. എക്സാമ്പിൾ, ഗ്യാസ് ലൈറ്റർ ബിഹേവിയർ ഉള്ള ഒരു വ്യക്തി നമ്മുടെ പാർട്ട്ണറോട് പറയുക യു ആർ ക്രേസി, അല്ലെങ്കിൽ നിനക്ക് ഭ്രാന്താണ്, നിനക്ക് ബോധമില്ല, നീ യു ആർ ചൈൽഡിഷ്, യു ആർ സോ ടു കിഡിഷ്, യു ആർ ടു സെൻസിറ്റീവ്, ഇങ്ങനെയല്ല വേണ്ടത്, യു ഹാവ് ടു ബിക്കം മെച്ചുവേർഡ്, നിനക്ക് ബോധമില്ല. ഇത്തരം തുടങ്ങിയ പ്രയോഗങ്ങൾ ഇതിൻ്റെ ഉദാഹരണമാണ്. ദ ലാസ്റ്റ് വൺ ഈസ് കോൺസ്റ്റൻറ്റ് ക്രിറ്റിസിസം. ഗ്യാസ് ലൈറ്റർ എപ്പോഴും നമ്മുടെ ഓരോ ആക്ഷൻസിനെയും നമ്മുടെ ഫീലിങ്സിനെയും നമ്മൾ പറയുന്ന നീഡ്സിനെയും ഡിസയേഴ്സിനെയും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മോണിറ്റർ ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഇതിനെ ഒരു കോൺസ്റ്റൻറ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഒരു ഗ്യാസ് ലൈറ്റർ ബിഹേവിയർ, ഗ്യാസ് ലൈറ്റിംഗ് ഉള്ള അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തി കാണിക്കുന്ന സിംറ്റംസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾസ് ഓഫ് ഗ്യാസ് ലൈറ്റർ ബിഹേവിയർ ഇതൊക്കെയാണ്. ഇനി എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് പിന്മാറാം? ഒരു ഗ്യാസ് ലൈറ്ററുമായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്യാസ് ലൈറ്റിംഗ് നേച്ചറുള്ളൊരു വ്യക്തിയുമായി നമ്മൾ ഇടപെടുമ്പോൾ എങ്ങനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം.